ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖയെന്ന് ഫെഫ്ക. റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ ഫെഫ്ക. ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണം. അമ്മയിലെ കൂട്ടരാജി സംഘടനയിലെ പുതുനവീകരണത്തിന് തുടക്കമാകട്ടെ എന്ന് ഫെഫ്ക വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, എന്തായാലും ഫെഫ്ക 10 ദിവസത്തിന് ശേഷമെങ്കിലും ഫെഫ്ക പ്രതികരിക്കുകയാണ്. സിനിമാ മേഖലയിലെ നടന്മാർ ഒഴികെയുള്ള ടെക്നീഷ്യന്മാരുടെ സംഘടനയാണ് ഫെഫ്ക. അവരുടെ അഭിപ്രായമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വരാത്ത എല്ലാ പേരുകളും സമ്പൂർണ്ണമായി പുറത്തു വരട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ ഫെഫ്ക അഭിപ്രായപ്പെടുന്നത്? ബീന റാണി. വിനോദ, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടന്മാർ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകരുടെയും പേരുകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പരാതികൾ ഉന്നയിക്കുന്ന, ആരോപണം ഉന്നയിക്കുന്ന പലരും സാങ്കേതിക പ്രവർത്തകരുടെ പേരുകളും പലതും പുറത്തുവിട്ടിരുന്നു. അവർക്കെതിരെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫെഫ്ക ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഫെഫ്ക വ്യക്തമാക്കിയിട്ടുള്ളത്. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗരേഖയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണണമെന്നാണ് ഫെഫ്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് ഫെഫ്ക വിശദമായി തന്നെ ചർച്ച ചെയ്യും. റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തുവിടണം, അല്ലെങ്കിൽ എല്ലാ പേരുകളും പുറത്തു വരണം എന്നാണ് ഫെഫ്ക അഭിപ്രായപ്പെടുന്നത്. ഒപ്പം തന്നെ അതിജീവിതർക്ക് എല്ലാവിധ പിന്തുണയും ഒപ്പം തന്നെ നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ അതും നൽകാൻ ഫെഫ്ക തയ്യാറാണെന്ന് പറയുന്നു. സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനെ സ്വാഗതം ചെയ്യുന്നതായും ഫെഫ്ക വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ഫെഫ്ക അംഗങ്ങൾക്കെതിരെ കോടതി നടപടിയോ അറസ്റ്റോ ഉണ്ടായാൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനും ഫെഫ്ക തയ്യാറാവും. ഇത്തരത്തിലൊരു കൂട്ടരാജി താരസംഘടനയായ അമ്മയിൽ ഉണ്ടായത് ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കട്ടെ എന്നൊരു പ്രത്യാശയും ഫെഫ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഫെഫ്കയിലെ അംഗങ്ങൾക്കെതിരെ ആരോപണമുണ്ടായാൽ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നൊരു പ്രസ്താവനയാണ് ഇപ്പോൾ ഫെഫ്ക നടത്തിയിട്ടുള്ളത്. എന്നാൽ നേരത്തെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട സെറ്റുകളിലെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ചിലരെ പുറത്താക്കാനും ഒപ്പം തന്നെ ചിലർക്കെതിരെ ചില പരാമർശങ്ങൾ വന്നതും ചിലർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോഴും ഫെഫ്ക അതിനെ പ്രതിരോധിച്ചിരുന്നു. അത്തരത്തിലുള്ള നടപടികളൊന്നും സെറ്റുകളിൽ ഇല്ല. അത് തന്നെയുമല്ല, ചില യുവ നടന്മാർ മാത്രമാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് പരിശോധന സെറ്റുകളിൽ നടപ്പാക്കുന്നതിനെ ഫെഫ്ക ശക്തിയായി എതിർത്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ വിവാദമാവുകയും ചില ഫെഫ്ക അംഗങ്ങൾക്കെതിരെയും ഇത്തരം സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാതെ വയ്യ എന്നുള്ള ഒരു സാഹചര്യത്തിലാകണം ഇപ്പോൾ ഫെഫ്ക ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബീനാറാണി, ഫെഫ്കയിൽ നേരത്തെ പറഞ്ഞല്ലോ, ഫെഫ്കയിൽപ്പെട്ട അംഗങ്ങൾക്കെതിരെയും നേരത്തെയും ഈ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ വന്നിരുന്നു. അപ്പോഴൊക്കെ ഫെഫ്ക അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പുലർത്തിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അമ്മയിൽ ഉണ്ടായതുപോലെ തന്നെ ഫെഫ്കയിലും ഇത്തരത്തിൽ ഉള്ള അഭിപ്രായ ഭിന്നത എന്തെങ്കിലും ഉണ്ടോ ഫെഫ്ക ഭാരവാഹികൾ തമ്മിൽ? അല്ലെങ്കിൽ ആ ഭരണസമിതിക്ക് അകത്ത് അവർ കൈക്കൊള്ളുന്ന നിലപാടുകൾ അത് ഏകപക്ഷീയമാണ് എന്നുള്ള തരത്തിൽ ഫെഫ്കയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ബീന റാണി? അത്തരം ഫെഫ്കയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫെഫ്ക എന്തെങ്കിലും യോഗം ചേരുകയോ അതുമായി ബന്ധപ്പെട്ട ഫെഫ്കയ്ക്കുള്ളിൽ തന്നെ എന്തെങ്കിലും ഭിന്നത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അതിലൊന്നും ഇതുവരെ വ്യക്തതയില്ല. പക്ഷേ വൈകിയാണെങ്കിലും ഫെഫ്ക ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത് സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണങ്ങളിൽ പെട്ടു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. നേരത്തെ പലപ്പോഴും ഫെഫ്കയിലെ ചില അംഗങ്ങൾക്കെതിരായി വന്നിട്ടുള്ള ചില ആരോപണങ്ങളും പരാമർശങ്ങളും എല്ലാം തന്നെ ഫെഫ്ക പ്രതിരോധിച്ചിരുന്നു. അത്തരത്തിൽ യാതൊരു കാര്യവും സെറ്റുകളിലും മറ്റും നടക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. ICC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെറ്റുകളിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെല്ലാം തടയാനുള്ള നടപടികളെല്ലാം
സിനിമാ സെറ്റുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ICC സിനിമാ സെറ്റുകളിൽ നടപ്പാക്കി അതിനെല്ലാം തടയിടുന്ന ചില നടപടികൾ ഫെഫ്ക കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതിന് പുറമെ പുറത്തുനിന്നും ചില ആരോപണങ്ങൾ ചില സാങ്കേതിക പ്രവർത്തകർ, അതായത് പ്രൊഡക്ഷൻ കൺട്രോൾമാരും അതുപോലെ തന്നെ ഫെഫ്ക അംഗങ്ങളായവർക്ക്, അതായത് സാങ്കേതിക പ്രവർത്തകർക്കെതിരെയും വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഫെഫ്ക ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് എന്ന് വേണം കരുതാൻ. അതായത് ആരോപണ വിധേയരായ ഫെഫ്ക അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കെതിരെ കോടതി നടപടിയോ അറസ്റ്റോ ഉണ്ടായാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുമ്പോൾ അന്വേഷണവുമായും പൂർണ്ണമായും സഹകരിക്കും എന്നാണ് ഫെഫ്ക വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്.